IPL സൂപ്പർ പോരാട്ടത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 4 റൺസിന് തോൽപ്പിച്ച് ലക്നൌ സൂപ്പർ ജയൻസ്. ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ 3 വിക്കറ്റിന് 238 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ KKRന് 7 വിക്കറ്റിന് 234 റൺസ് എടുക്കുവാനേ സാധിച്ചുള്ളൂ. KKRന്റെ മധ്യനിരയെ എറിഞ്ഞിട്ട ലക്നൌ വിജയം പിടിച്ചെടുക്കുകയായിരുന്നു. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ലക്നൌവിന് സ്വപ്നതുല്യമായ തുടക്കമാണ് എയ്ഡൻ മാർക്കും മിച്ചൽ മാർഷും ചേർന്ന് നൽകിയത്. ആദ്യ 2 ഓവറിന് ശേഷം ഇരുവരും പതിയെ താളം കണ്ടെത്തി. പിന്നീട് ബാറ്റിംഗ് വെടിക്കെട്ടാണ് പുറത്തെടുത്തത്. പവർ പ്ലേയിൽ 59 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇവർ സൃഷ്ടിച്ചത്. രണ്ടുപേരും താളം കണ്ടെത്തിയതോടെ അതിവേഗം സ്കോർ ഉയരുകയും ചെയ്തു. കൂട്ടുകെട്ട് 99 നിൽക്കവേ ഹർഷിത് റാണ KKRന്റെ രക്ഷയ്ക്കെത്തുകയായിരുന്നു. 28 പന്തിൽ 4 ഫോറും 2 സിക്സും ഉൾപ്പെടെ 47 റൺസ് എടുത്ത മാർക്കത്തെ ഹർഷിത് ക്ലീൻ ബൗൾഡ് ആക്കുകയായിരുന്നു. എന്നാൽ വിക്കറ്റ് വീണിട്ടും ലക്നൌ ആക്രമണം തുടർന്നു. മികച്ച അടിത്തറയിലൂന്നിയാണ് ലക്നൌ വെടിക്കെട്ട് നടത്തിയത്. 3-ാം നമ്പറിലെത്തിയ നിക്കോളസ് പൂരാനും അതിവേഗം റൺസ് ഉയർത്തിയത് ലക്നൌവിന് കരുത്തായി. മിച്ചൽ മാർഷ് സ്ഥിരതയോടെ മികവ് തുടർന്നു. ഈ സീസണിൽ 5 മത്സരത്തിൽ നിന്ന് മാർഷ് നേടുന്ന 4-ാം അർദ്ധ സെഞ്ചുറി കൂടിയാണിത്. 48 പന്ത് നേരിട്ട് 6 ഫോറും 5 സിക്സറും ഉൾപ്പെടെ 81 റൺസോടെയാണ് മാർഷ് മിന്നിച്ചത്. ആൻഡ്രെ റസലിന്റെ പന്തിൽ റിങ്കു സിംഗിന്റെ ക്യാച്ചിലാണ് മിച്ചൽ മാർഷ് പുറത്തായത്. മികച്ച തുടക്കത്തെ മുതലാക്കി കളിക്കുവാൻ നിക്കോളസ് പൂരനും സാധിച്ചു. ആദ്യ പന്തുകളിൽ പതിയെ തുടങ്ങിയ പൂരൻ പിന്നീട് വിശ്വരൂപം കാട്ടി. 21 പന്തിലാണ് പൂരൻ അർദ്ധ സെഞ്ചുറി നേടിയത്. 2 ഫോറും 6 സിക്സറും ഉൾപ്പെടെയാണ് പൂരൻ അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്തിയത്. തുടർന്നും അതിവേഗം റൺസ് ഉയർത്തുവാൻ പൂരനായി. മോശം ഫോമിലുള്ള ഋഷഭ് പന്ത് ബാറ്റിംഗ് ഓർഡറിൽ പിന്നോട്ടിറങ്ങിയതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. 4-ാമനായി അബ്ദുൾ സമദാണ് ക്രീസിലെത്തിയത്. 4 പന്തിൽ 1 ഫോർ അടക്കം 6 റൺസാണ് സമദ് നേടിയത്. നിക്കോളസ് പൂരനാവട്ടെ വെറും 36 പന്തിലാണ് 87 റൺസ് എടുത്ത് പുറത്താവാതെ നിന്നത്. അതിൽ തന്നെ 7 ഫോറുകളും 8 പടുകൂറ്റൻ സിക്സറുകളും ഉൾപ്പെടുന്നു. ശരിക്കും KKRനെ തല്ലി തകർത്തിയത് നിക്കോളസ് പൂരനാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. 5-ാമനായി ഡേവിഡ് മില്ലറാണ് കളത്തിലെത്തിയത്. അവസാന ഓവറിൽ വൈഭവ് അറോറ മികവ് കാട്ടി. 20 ഓവർ പൂർത്തിയാവുമ്പോൾ ലക്നൌ 20 ഓവറിൽ 3 വിക്കറ്റിന് 238 റൺസാണ് നേടിയത്. നിക്കോളസ് പൂരൻ 36 പന്തിൽ 7 ഫോറും 8 സിക്സറും ഉൾപ്പെടെ 87 റൺസോടെ പുറത്താവാതെ നിൽക്കുകയും ചെയ്തു. ഡേവിഡ് മില്ലർ 4 പന്തിൽ 4 റൺസുമായി ക്രീസിൽ തുടർന്നു. 239 എന്ന കൂറ്റൻ വിജയലക്ഷ്യം മുന്നിൽ കണ്ടിറങ്ങിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വെടിക്കെട്ട് ബാറ്റിംഗാണ് തുടക്കം മുതൽ കാഴ്ചവെച്ചത്. ഓപ്പണർമാരായ സുനിൽ നരേനും കിൻഡൻ ഡീകോക്കും ആദ്യ ഓവർ മുതൽ തല്ലി തകർത്തു. 9 പന്തിൽ 2 സിക്സർ അടക്കം 15 റൺസ് എടുത്ത കിൻഡൻ ഡീകോക്കിനെ ആകാശ്ദീപ് LBWയിൽ കൊടുക്കുകയായിരുന്നു. റിവ്യൂവിലൂടെയാണ് ഈ വിക്കറ്റ് ലക്നൌ നേടിയെടുത്തത്. 1-ാം വിക്കറ്റിൽ 37 റൺസ് കൂട്ടുകെട്ട് സൃഷ്ടിച്ചാണ് ഡീകോക്ക് മടങ്ങിയത്. 3-ാമനായി എത്തിയ അജിങ്ക്യ രഹാനെയും സുനിൽ നരേനും ചേർന്ന് പവർ പ്ലേയിൽ അതിവേഗം റൺസ് ഉയർത്തി. 6 ഓവർ പൂർത്തിയാവുമ്പോൾ 1 വിക്കറ്റിന് 90 റൺസാണ് KKR അടിച്ചെടുത്തത്. ലക്നൌ ബോളർമാർ നിരവധി വൈഡുകൾ നൽകി KKRനെ സഹായിക്കുകയും ചെയ്തു. ഫീൽഡിംഗിലും പിഴവ് സംഭവിച്ചു. പവർ പ്ലേക്ക് പിന്നാലെ സുനിൽ നരേൻ മടങ്ങി. 13 പന്തിൽ 4 ഫോറും 2 സിക്സും അടക്കം 30 റൺസ് എടുത്ത നരേനെ ദിഗ്വേഷ് റാത്തിയാണ് പുറത്താക്കിയത്. നരേൻ പുറത്തായ ശേഷം വെങ്കടേഷ് അയ്യരെ കൂട്ടുപിടിച്ച് അജിങ്ക്യ രഹാന റൺസ് ഉയർത്തുകയായിരുന്നു. 26 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ രഹാന ക്ലാസിക് ഷോട്ടുകളോടുകൂടിയാണ് റൺസ് ഉയർത്തിയത്. വെങ്കടേഷ് അയ്യരും താളം കണ്ടെത്തിയതോടെ KKR വിജയലക്ഷ്യത്തിലേക്ക് അതിവേഗം അടുത്തു. 13 ഓവറിൽ സ്കോർ 162 റൺസിൽ നിൽക്കവേ രഹാനയെ ഷർദുൽ ഠാക്കൂർ പുറത്താക്കി. ഈ ഓവറിലെ ആദ്യ 5 ശ്രമങ്ങളും വൈഡാക്കിയ ഷർദുൽ അവസാന പന്തിൽ രഹാനയുടെ വിക്കറ്റും നേടി. 35 പന്തിൽ 8 ഫോറും 2 സിക്സറും അടക്കം 61 റൺസ് എടുത്ത രഹാനയെ ഫുൾ ടോസിലാണ് ഷർദുൽ കുടിക്കുക തന്നെ. 29 പന്തിൽ 6 ഫോറും 1 സിക്സറും ഉൾപ്പെടെ 45 റൺസ് എടുത്ത വെങ്കടേഷ് അയ്യരെ ആകാശ് ദീപം പുറത്താക്കി. ഇതോടെ KKRന്റെ പ്രധാന പ്രതീക്ഷ ആൻഡ്രെ റസലിലായി. 4 പന്തിൽ 7 റൺസ് എടുത്ത റസലിനെ ഷർദുൽ പുറത്താക്കിയതോടെ 185-7 നിലയിലേക്ക് KKR കൂപ്പുകുത്തി. റിങ്കു സിംഗ് അവസാനം വരെ പൊരുതി നോക്കിയെങ്കിലും വിജയത്തിലേക്ക് എത്തുവാൻ സാധിച്ചില്ല. റിങ്കു സിംഗ് 15 പന്തിൽ 38 റൺസോടെ പുറത്താവാതെ നിന്നെങ്കിലും 20 ഓവറിൽ 7 വിക്കറ്റിന് 234 റൺസ് എടുക്കുവാനേ KKRന് സാധിച്ചുള്ളൂ.